ടി.ജി. മോഹൻദാസിന്റെ വീട്ടിൽ പോലീസ്. ദില്ലിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ അപമാനിച്ച കേസിലെ പ്രതിയാണ് ടി.ജി. മോഹൻദാസ്. തിരുവനന്തപുരം സിറ്റി പോലീസ് സൈബർ സംഘമാണ് വീട്ടിലെത്തിയത്. കേസെടുത്ത് 11ാം ദിവസവും മോഹൻദാസിനെതിരെ നടപടിയില്ലാത്തതിൽ വ്യാപക വിമർശനം ഉയർന്നിരുന്നു. അർജുൻ മട്ടന്നൂരും നിതിൻ സേവ്യറും വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം അർജുൻ മട്ടന്നൂരിലേക്ക്. അർജുൻ, ഒരൊറ്റ മണിക്കൂർ തികഞ്ഞിരിക്കുന്നു. ടി.ജി. മോഹൻദാസിന്റെ വീട്ടിൽ പോലീസ് എത്തിയിട്ട് ഇപ്പോഴും പരിശോധന തുടരുകയാണോ? മാധവ്, ടി.ജി. മോഹൻദാസിന്റെ വീട്ടിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള പോലീസ് സംഘം ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ഒരു മുറിയിൽ അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുകയാണ്. അതിൽ നിർണായകമായ തെളിവുകൾ പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ക്യാമറ, അതോടൊപ്പം തന്നെ ഹാർഡ് ഡിസ്ക്, എഡിറ്റ് ചെയ്ത കമ്പ്യൂട്ടർ അടക്കമുള്ള സാമഗ്രികൾ പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. അത് കേസിലെ പ്രധാനപ്പെട്ട തെളിവായി മാറുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ടി.ജി. മോഹൻദാസിനെ ചോദ്യം ചെയ്യുന്നുമുണ്ട്. മറ്റൊരു മുറിയിൽ ടി.ജി. മോഹൻദാസിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറസ്റ്റിലേക്ക് പോലീസ് കടക്കുമോ എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് കലാപാഹ്വാനത്തിനടക്കം പോലീസ് നേരത്തെ കേസെടുത്തിട്ടുണ്ട്. അതേസമയം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അടക്കമുള്ള വകുപ്പുകൾ ചേർത്തിട്ടില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. കേസെടുത്തിട്ട് 11 ദിവസമായി ആയിരിക്കുന്നു. അതായത് കഴിഞ്ഞ മാസം 29-ാം തീയതിയാണ് ടി.ജി. മോഹൻദാസിനെതിരെ കേസെടുത്തത്. അതിനുശേഷം ഇത്രയും ദിവസമായിട്ടും പോലീസ് മറ്റ് നടപടിയിലേക്ക് കടക്കുന്നില്ല എന്നത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് 2 ആഴ്ച പിന്നിടുന്നു ഇത്തരമൊരു അധിക്ഷേപകരമായ പരാമർശം നടത്തിയിട്ട്. ആ പരാമർശം അടങ്ങിയ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് മാറ്റാൻ പോലും പോലീസ് നടപടിയെടുത്തിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും ആ ദൃശ്യങ്ങളും ആ വിദ്വേഷം ജനിപ്പിക്കുന്ന ആ കണ്ടന്റും ഇപ്പോഴും അതുപോലെ തുടരുകയാണ്. അതുമായി ബന്ധപ്പെട്ട യൂട്യൂബിനും മറ്റും ഇമെയിൽ അയച്ചിട്ടുണ്ട്. മറ്റു നടപടിയിലേക്ക് പോലീസ് കടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതേസമയം അർജുനായങ്കയുടെ അറസ്റ്റ് നടക്കുന്നു. പക്ഷേ അപ്പോഴും അതിന് മുൻപ് എടുത്ത കേസ്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസിൽ ടി.ജി. മോഹൻദാസിനെ പോലെ സംഘപരിവാർ സഹയാത്രികനായ ഒരു നേതാവിനെതിരെ എടുത്ത കേസ്, വലിയ പ്രതിഷേധമുയർന്ന കേസ്, ആ കേസിൽ പോലീസ് മറ്റ് നടപടിയിലേക്ക് കടക്കുന്നില്ല എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ ആഭ്യന്തരമന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പോലീസ് നടപടിയെടുക്കണം, താനല്ല അത് നിർദ്ദേശം നൽകേണ്ടത്, പോലീസ് ആ കാര്യങ്ങൾ പരിശോധിച്ച് നടപടിയെടുക്കും എന്നുള്ളതായിരുന്നു. എന്തായാലും മണിക്കൂറുകൾക്ക് ശേഷം ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് തിരുവനന്തപുരത്തുള്ള പോലീസ് സംഘം മട്ടാഞ്ചേരിയിലെ ടി.ജി. മോഹൻദാസിന്റെ വീട്ടിലേക്ക് എത്തിയത്. ഇപ്പോൾ ഏതാണ്ട് 1 മണിക്കൂർ പിന്നിടുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിനുള്ളിൽ പോലീസ് സംഘം തുടരുകയാണ്. ഈ പ്രധാനപ്പെട്ട കമ്പ്യൂട്ടർ അടക്കമുള്ള സാമഗ്രികൾ പരിശോധിക്കുകയാണ്. അതേസമയം ടി.ജി. മോഹൻദാസിനെ മറ്റൊരു മുറിയിൽ ചോദ്യം ചെയ്യുന്നുമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നെങ്കിലും ടി.ജി. മോഹൻദാസിനെ കസ്റ്റഡിയിലെടുക്കുമോ, അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുമോ എന്നുള്ളതാണ്. ഏതായാലും പോലീസ് ഇക്കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വരുത്തിയിട്ടുമില്ല. മാധു, നിതിൻ സേവ്യർ കൂടി വിവരങ്ങളുമായി ചേരുകയാണ്. നിതിൻ, ഇപ്പോൾ ഒരു ആരോപണമല്ല, അതിന്റെ പേരിൽ അന്വേഷണം വേണ്ടതുണ്ടോ എന്ന് വെച്ചാൽ സ്വാഭാവികമായും നടപടിക്രമം എന്ന നിലയ്ക്ക് അന്വേഷണം വേണ്ടതുണ്ട്. പക്ഷേ ഇത് പബ്ലിക്കായി ജനത്തിന് മുന്നിൽ തുറന്നു വെച്ച ഒരു കണ്ടന്റാണ് നിതിൻ സേവ്യർ. അത് കാണുകയും കേൾക്കുകയും ചെയ്തു. നോക്കൂ, ഇപ്പൊ ബീഹാറിൽ പട്നയിൽ കലാപകരമായ സാഹചര്യം ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. പക്ഷേ AK-47 ഉപയോഗിക്കുമ്പോൾ അത് എങ്ങനെയാണ് ഒരു ജനാധിപത്യ സമൂഹത്തിൽ പൗരന്മാർക്കെതിരെ ഉന്നയിക്കുന്നത് എന്ന ചോദ്യം ഉയർത്തിയ ഒരു പൊതുസമൂഹത്തിലാണ് വെടിവെച്ച് കൊല്ലണമായിരുന്നു എന്നതടക്കമുള്ള ആഹ്വാനം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത് പബ്ലിക്കിന് മുന്നിൽ തുറന്നു വെച്ച ഒരു ആഹ്വാനമാണ് എന്ന നിലയ്ക്ക് അതിൽ നിയമ നടപടി ഉണ്ടാകണമെന്ന നിരന്തരമായ ആവശ്യം ഉയർന്നിരിക്കുന്നു. 11ാമത്തെ ദിവസം പോലീസ് എത്തിയിരിക്കുന്നു. അറസ്റ്റുണ്ടോ എന്നതാണ് ആകാംക്ഷ. തീർച്ചയായും അദ്ദേഹത്തെ നിലവിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറസ്റ്റ് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. തിരുവനന്തപുരത്തു നിന്നുള്ള പോലീസ് സംഘം അദ്ദേഹത്തെ ഒരു മുറിയിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. മറ്റൊരു മുറിയിൽ അദ്ദേഹത്തിന്റെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകളടക്കം പരിശോധിക്കുന്നുണ്ട്. ഏതായാലും അത് പറഞ്ഞതുപോലെ തന്നെ ഈ വളരെ മോശമല്ല, അല്ലെങ്കിൽ വിദ്വേഷകരമായ, വളരെ ഹീനമായ തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തി. പക്ഷേ അതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോഴും കേസെടുക്കാൻ തന്നെ വലിയ തോതിൽ കാലതാമസമുണ്ടായി എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ വന്നിരുന്നു. അതിനെ തുടർന്നാണ് നിരവധി പരാതികൾ ഉയർന്നതിനെ തുടർന്ന് ജൂലൈ 29-ന് തിരുവനന്തപുരം സൈബർ പോലീസ് ടി.ജി. മോഹൻദാസിനെതിരെ കേസെടുക്കുന്നത്. പക്ഷേ അതിനൊക്കെ ശേഷവും അദ്ദേഹത്തിനെതിരെ ചോദ്യം ചെയ്യാനോ അദ്ദേഹം എവിടെയാണെന്ന് നോക്കാനോ പോലും പോലീസ് തുനിഞ്ഞില്ല എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസം വരെയും അല്ലെങ്കിൽ ഇന്ന് രാവിലെ വരെയും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നിരന്തരമായ പ്രതിഷേധങ്ങൾ നടക്കുന്നു. വിവിധ രാഷ്ട്രീയ സംഘടനകൾ, വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകളൊക്കെ പ്രതിഷേധങ്ങൾ നടത്തുന്നു. പക്ഷേ അപ്പോഴും ഒക്കെ അദ്ദേഹത്തിന് ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ, അല്ലെങ്കിൽ ആദ്യത്തെ പ്രതിഷേധം വന്നപ്പോൾ തന്നെ ഈ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന് മറ്റൊരിടത്തേക്ക് മാറാനുള്ള സൗകര്യം ലഭിക്കുന്നു. പിന്നീട് ഒന്നും തന്നെ പോലീസ് ഇങ്ങോട്ടേക്ക്, പ്രത്യേകിച്ച് ഇതുപോലൊരു പരാതിയിൽ അല്ലെങ്കിൽ ഇതുപോലൊരു കേസ് എടുക്കുമ്പോൾ കൃത്യമായ ഇലക്ട്രോണിക് തെളിവുകൾ, അത്തരം തെളിവുകൾ നശിപ്പിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ അത് കണ്ടെത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അതിനുപോലും പോലീസ് തുനിഞ്ഞില്ല എന്നത്, അല്ലെങ്കിൽ ഈ വീട്ടിൽ ഒരു തവണ പോലും വന്ന് പരിശോധന പോലും നടത്താൻ ശ്രമിച്ചില്ല എന്നത് തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പിന്നീട് കഴിഞ്ഞ ദിവസവുമൊക്കെ ഇത്തരത്തിൽ അർജുൻ ആയിങ്കയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുമൊക്കെ തന്നെ വലിയ തോതിൽ അർജുൻ ആയിങ്കയെ പിടികൂടിയപ്പോഴും ടി.ജി. മോഹൻദാസിനെ എന്തുകൊണ്ട് പിടികൂടുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ പരിശോധനയ്ക്ക് പോലും പോലീസ് തയ്യാറാകുന്നില്ല തുടങ്ങിയ വലിയ വിമർശനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഉയർന്നു വന്നപ്പോഴാണ് ഇന്ന് രാവിലെ അടക്കം ആഭ്യന്തരമന്ത്രിയുടെ ഇത്തരത്തിൽ ചോദ്യം വരുന്നത്. അപ്പോഴും ആഭ്യന്തര
ആഭ്യന്തരമന്ത്രിയല്ല ഇത് തീരുമാനിക്കുന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഏതായാലും വലിയ വിമർശനങ്ങൾ വന്നതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വളരെ പെട്ടെന്ന് 5 മണിയോടെ തിരുവനന്തപുരത്തു നിന്നുള്ള അന്വേഷണ സംഘം എത്തുന്നു. അതിനുശേഷം കഴിഞ്ഞ 1 മണിക്കൂറിലേറെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും പരിശോധന നടത്തുന്നുണ്ട്. എന്തായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്രായമടക്കം കണക്കിലെടുത്തുകൊണ്ട് നോട്ടീസ് നൽകി വിട്ടയക്കുകയാണോ അതോ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന അടക്കമുള്ള കാര്യങ്ങൾ അല്പസമയം തന്നെ വ്യക്തത വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിതിൻ സേവ്യറും ഒപ്പം അർജുൻ മട്ടന്നൂരുമാണ് വിവരങ്ങൾ നൽകിയത്. ടി ജി മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുമോ, എന്താണ് പോലീസിന്റെ നടപടി എന്നുള്ളതാണ്. പ്രായമടക്കം കണക്കിലെടുത്തുകൊണ്ട് ഇളവുണ്ടാകുമോ? ഈ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് ഒരുപക്ഷെ ടി ജി മോഹൻദാസിന്റെ കൊച്ചുമക്കളുടെ പ്രായമേ ഉണ്ടാവുള്ളൂ. ആ പ്രായം കണക്കിലെടുപ്പ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ടി ജി മോഹൻദാസിനെതിരെ പോലീസ് സ്വീകരിക്കുന്ന നിലപാട് എന്ത് എന്നത് നമുക്ക് അറിയേണ്ടതുണ്ട്.